എൻ്റെ വിളി കേട്ട് അമ്മ ഓടി വന്നു കയറി പിടിച്ചപ്പോൾ അമ്മേനെ ഉടുപ്പെല്ലാം ചുറ്റി പിടിച്ച് അടിച്ചവരെ തള്ളിയിട്ടു. ഞാൻ എൻ്റെ കൂടി 3 മക്കളെ ഞാൻ പാത്രം കഴിയാണ് സാറേ. ഞാൻ വളർത്തി 6-7 മാസം. ഇപ്പം അവനും ഈ വയസ്സായ തന്തേരും പേരിട്ടാല്. നാവായിക്കുളം നൈനാംകോണം കോളനിയിൽ ഭർത്താവിന് ഭാര്യ വീട്ടുകാരുടെ മർദ്ദനമേറ്റെന്ന വാർത്തയിൽ പുതിയ വെളിപ്പെടുത്തലുമായി ഭാര്യ വിജിതയും കുടുംബവും. മക്കളെ കാണാനെത്തിയ തന്നെ വിജിതയുടെ ബന്ധുവായ യുവാവും മാതാപിതാക്കളും ചേർന്ന് മർദ്ദിച്ചുവെന്നും തലയ്ക്ക് 14 സ്റ്റിച്ചും കാലിന് ഒടിവുമുണ്ടെന്നുമായിരുന്നു ഭർത്താവ് സുധീഷ് കഴിഞ്ഞ ദിവസം വിസ്മയ ന്യൂസിലൂടെ ആരോപിച്ചത്. എന്നാൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ അടിസ്ഥാനരഹിതമാണെന്ന് വിജിതയും കുടുംബവും പറയുന്നു. എൻ്റെ പേര് വിജിത. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ന്യൂസ് ഇപ്പോൾ ഇറങ്ങിയായിരുന്നു. അതിൽ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിലില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 6 മാസം കൊണ്ട് ഞങ്ങൾ പിണങ്ങി ഇവിടെ താമസിക്കുകയാണ്. ഈ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് ചിലവരും അങ്ങനെ ഒരു ഇതും തരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടൊരു ശല്യത്തിന് പോകുന്നില്ല. ഇതിന് നിരവധി പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ എന്നെ കൊല്ലാനായിട്ട് വഴിയിലിട്ടും ഇലക്ഷൻ്റെ അന്നും ഒക്കെ എന്നെ ഉപദ്രവിക്കാനും എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ കയറി ഇതും കൂടെ ആയിട്ട് 5ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പം ഈ തവണയും വന്ന് ബ്ലേഡും കൊണ്ടുവന്ന് പിന്നെ കഴുത്തിറക്കുമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കയറി. എൻ്റെ വിളി കേട്ട് അമ്മ ഓടി വന്നു കയറി പിടിച്ചപ്പോൾ അമ്മേനെ ഉടുപ്പെല്ലാം ചുറ്റി പിടിച്ച് അടിച്ചവരെ തള്ളിയിട്ടു. അപ്പോൾ എന്നെ കൊല്ലുമെന്നുള്ളത് പേടിയുണ്ട് ഞാൻ കിടന്ന് വിളിച്ചപ്പോൾ അമ്മയുടെ കയ്യിൽ തറയെ ഒരു മടൽ കിടന്ന് അമ്മ 2-3 അടി അടിച്ചു. അത് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളതല്ല, എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്തതാണ്. ആ വിളി കേട്ടാണ് അച്ഛനും അവിടെ ആൾക്കാരെല്ലാം ഓടിക്കൂടിയത്. ഇതാണ് നടന്ന സംഭവം. അയാൾക്ക് ഒരുപാട് പരിക്കുണ്ട്. അയാൾക്ക് തലയ്ക്ക് 14 സ്റ്റിച്ച് ഉണ്ട്, കാലൊടിഞ്ഞു. അതൊക്കെ എങ്ങനെ സംഭവം? അതെന്ന് പറഞ്ഞാൽ വന്നപ്പോഴേ കുടിച്ച് നല്ല പിടുത്തമായിട്ടാണ് വന്നത്. വന്ന വഴിക്ക് അവിടെ തേരിയുടെ വീഡിയോ എല്ലാം ചെയ്തിട്ടാണ് വന്നത്. വന്ന വഴിക്ക് റോഡിൽ വീഡിയോ ഒക്കെ ചെയ്തു. അന്നേരം അമ്മ 2-3 അടി അടിച്ചെന്ന് പറഞ്ഞു. അത് ഇനി തലയ്ക്കാണോ ഒന്നും അറിയത്തില്ല. അന്നേരത്ത് ആ ഒരു വെപ്രാളത്തിൽ എൻ്റെ ജീവന് വേണ്ടി അവരെ ഒരു തള്ള ചെയ്തു. കാര്യം അവരെ അതുപോലെ ചെയ്തത്. നമുക്കിവിടെ ആണുങ്ങൾ ആരും ഇല്ല. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു വയ്യാത്തൊരു അച്ഛനാണ്. അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ആ സമയത്ത് വിളി കേട്ടാണ് ഇറങ്ങി വന്നാൽ കിടക്കുമായിരുന്നു. സഹോദരൻ ഇവിടെ ഇല്ല. സഹോദരൻ അങ്ങ് ഭാര്യ വീട്ടിലാണ്. ഇതാണ് നടന്ന സംഭവം. അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. കഴിഞ്ഞ 6 മാസമായി പിണങ്ങി കഴിയുകയായിരുന്ന സുധീഷ് സംഭവ ദിവസം മദ്യപിച്ച് വീട്ടിലെത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നെന്ന് വിജിത പറയുന്നു. ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഇത് തടയുന്നതിനിടയിലാണ് പിടിവലി ഉണ്ടായതെന്നും വിജിതയും മാതാപിതാക്കളും വ്യക്തമാക്കുന്നു. എൻ്റെ മോളെ ദേഹത്തിലും തെയ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ മോളെ മരുന്നായി തള്ളിയിട്ട് എൻ്റെ ഭാര്യനെ അടിച്ചു. ഞാൻ പിടിച്ചു മാറ്റി 2 കൂട്ടർ. അത് എൻ്റെ കൈ കൊണ്ട് ഞാൻ അടിച്ചതുമില്ല, അവൻ ചെയ്തില്ല. അവൻ വന്നപ്പോഴത്തേക്ക് അങ്കമാടിയിൽ അവിടെ നിന്നാണ് വീണ് ഒരുക്കുന്നത്. 4ാമത്തെ ട്രിപ്പിലാകും അന്ന് ഈ പ്രശ്നം ഇവിടെ നടക്കുന്നത്. കുട്ടികളെ കാണാൻ വന്നതാണ്. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചിട്ടുണ്ട്. വെള്ളം അടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തിണ്ണയിലിരിക്കുകയായിരുന്നു. ഇന്നിപ്പം അവൻ വെള്ളവും അടിച്ചുകൊണ്ട് ഇവിടെ കയറി പച്ച അപരാധം പിടിക്കാനൊന്നും ഒരു പാങ്ങുമില്ല. വന്നുകൊണ്ട് നിൻ്റെ മോളെ കൊല്ലൂടി എന്ന് പറഞ്ഞ് നേരെ അങ്ങ് അകത്ത് കയറി അവളെ കുരവിളക്കി കുത്തി ബ്ലേഡും കൊണ്ടാണ് വന്നത്. ഇങ്ങനെ കുത്തി പിടിച്ചപ്പം ഞാൻ ചെന്ന് പിടിക്കാനായിട്ട് ചെന്നപ്പോൾ കാണാൻ ഇവൻ എന്നെ തള്ളിയിട്ട് അടിച്ച് തറയിലിട്ടപ്പോൾ ഞാൻ എൻ്റെ മോളെ ജീവിത രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു വിറവ് കഷ്ണം കിടന്ന് തെറുത്തടിച്ചു കൊടുത്തു. 3-4 10 അടി ഞാൻ അടിച്ചതിന് ശേഷം ഇവൻ അവിടുന്ന് വീണപ്പോഴാണ് വിളി കേട്ടാണ് ഇവർ 2 പേരും കൂടെ നന്ദുവും എൻ്റെ ഭർത്താവും കൂടെ കയറി വന്നത്. വിളി കേട്ട് അവരടിക്കാനല്ല എന്നാൽ പിടിച്ചു മാറ്റാനാണ് വന്നത്. അത് സാറേ ഞാൻ അതങ്ങനെയാണ്. ഞാൻ എൻ്റെ കൂടി 3 മക്കളെ ഞാൻ പാത്രം കഴിയാണ് സാറേ. ഞാൻ വളർത്തി 6-7 മാസമായി പോയിട്ട് ഈ കുട്ടി ജോലിക്കൊന്നും പോണില്ല, വീട്ടിലിരിപ്പാണ് സാറേ. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞാൻ ഈ വീട്ടു ജോലിക്ക് പോയാണ് ഞാൻ ഉമിനീര് കൊടുക്കുന്നത്. സുധീഷിന് പരിക്കേറ്റത് ഇതിനിടയിലാണെന്നാണ് ഇവരുടെ വാദം. 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്ന 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഇതിനിടെ ബന്ധുവായ നന്ദു എന്ന യുവാവ് സുധീഷിനെ മർദ്ദിച്ചെന്ന ആരോപണത്തെ നന്ദുവിന്റെ മാതാവും തള്ളി. പ്രശ്നം വഷളായപ്പോൾ അത് ഒഴിവാക്കാൻ ഇടപെടുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഇപ്പോൾ അവനെ അനാവശ്യമായി കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും നന്ദുവിന്റെ മാതാവ് പ്രതികരിച്ചു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു സാറേ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. നന്ദു ഈ വിളി കേട്ട് കേട്ടാണ് അവ ഓടി വന്നപ്പോൾ ഇവിടെ പിടിയും അവളെ മുടിക്ക് പിടിയോ അടിയോ ഒക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ കൊച്ചു പിടിച്ചു മാറ്റി. കുഞ്ഞമ്മേ അടിക്കല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റി. ഇപ്പം അവനും ഈ വയസ്സായ തന്തേരും പേരിട്ടാൽ അവർക്ക് കേസ് വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ആ 2 കൊച്ചുങ്ങളെയും ഈ മുതുക്കൻ്റെ പേരിട്ടേക്കുന്നത്. അല്ലാതെ അവ അടിച്ചിട്ടൊന്നുമില്ല. അവൻ +1 ആണ്. അവ ഇതുവരെ അങ്ങനെ ആരെയും അടിച്ചിട്ട് അവന് 17 വയസ്സ്. അവ അടിക്കുകയൊന്നും ചെയ്തില്ല, പിടിച്ചു മാറ്റി. കുഞ്ഞമ്മേനെ ഉപദ്രവിക്കുന്നുണ്ട്. വിളി അത്ര വിളിയായിരുന്നു. സുധീഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.